ഹലോ ഗുഡ് മോർണിംഗ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, ദ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ടൈപ്സ്. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിനെ നമുക്ക് 5 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേംസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികൾ എന്ന രീതിയിലും ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ എന്നുള്ള രീതിയിലും. ഓക്കെ, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികൾ എന്നുള്ള രീതിയിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നിങ്ങനെ 3 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികൾ എന്നുള്ള രീതിയിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിനകത്ത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന 3 തരത്തിലുള്ള സൊസൈറ്റികളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെ ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിനെ 3 ടയർ സ്ട്രക്ചറായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. ഓക്കെ, ഏറ്റവും ബേസ് ലെവലിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, അതിൻ്റെ ടോപ്പിൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ ടോപ്പിൽ വരുന്നതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇതിന് പുറമെ ഇത്തരത്തിലുള്ള സൊസൈറ്റികളെല്ലാം തന്നെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാൽ കാർഷിക മേഖലയ്ക്കെല്ലാം ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് മാത്രം പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലെല്ലാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ടയർ സ്ട്രക്ചറാണ്. പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ബേസ് ലെവൽ, ദെൻ അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലിലാണ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ടോപ്പ് ലെവലിലാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ 3 ടയർ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം ഓരോന്നായിട്ട്. പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ആ 3 ടയർ സ്ട്രക്ചറിലെ ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന സൊസൈറ്റിയാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. സോ ഏറ്റവും ബേസ് ലെവൽ മീൻസ് വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. നോക്കാം. ദ പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ബോറോവേഴ്സ് ആൻഡ് നോൺ ബോറോവേഴ്സ് ലിവിങ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ബോറോവേഴ്സും നോൺ ബോറോവേഴ്സുമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ഒരു അസോസിയേഷനാണ് എന്ത് പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി എന്ന് പറയുമ്പം ഏറ്റവും ബേസ് ലെവലിലുള്ള ഒരു വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ ഒരു വില്ലേജ് ലെവലിൽ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ബോറോവേഴ്സും നോൺ ബോറോവേഴ്സുമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ഒരു അസോസിയേഷനാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ആർ ഡിറൈവ്ഡ് ഫ്രം. എവിടെ നിന്നാണ് ഈ ഒരു പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ഫണ്ട് കിട്ടുന്നത്? ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ ഷെയർ ക്യാപിറ്റലും ഡെപ്പോസിറ്റും. അതുപോലെ തന്നെ ലോൺസ് ഫ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറി ലെവലുള്ള സൊസൈറ്റിയുടെ ടോപ്പ് ലെവലിൽ വരുന്ന സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പർ ലെവലിൽ വരുന്ന സൊസൈറ്റിയാണ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറി സൊസൈറ്റി വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ടോപ്പ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ താഴെ തട്ടിലുള്ള പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവർ കൊടുക്കുന്ന ലോണ് ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കൊടുക്കുന്ന ലോണും
അതുപോലെ തന്നെ ഈ പ്രൈമറി സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റലും ഡെപ്പോസിറ്റും, ഇതാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്ന മാർഗങ്ങൾ. ദെൻ ഈ സൊസൈറ്റി എന്തിനൊക്കെ ലോൺ കൊടുക്കും എന്നുള്ളതാണ്. ദ ലോൺസ് ആർ ഗിവൺ ബൈ ദ സൊസൈറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസിങ് ഓഫ് കാറ്റിൽ, ഫോഡർ, ദെൻ ഫെർട്ടിലൈസർ എക്സെട്ര. ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ വേണ്ടി, ഫോഡർ വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കാറ്റിൽസിനെ വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കാണ് ഈ സൊസൈറ്റി, പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റി മെയിനായിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസ് ഓഫ് കാറ്റിൽ മീൻസ് ഈ വളർത്തു മൃഗങ്ങളെയൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോഡർ മീൻസ് എന്താണ്? ഫോഡർ ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫെർട്ടിലൈസർ മീൻസ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഈ ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ, അതുപോലെ തന്നെ ഫോഡർ കാലിത്തീറ്റ വാങ്ങിക്കാൻ, കന്നുകാലികളെ വാങ്ങിക്കാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പ്രൈമറി ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ബോറോവേഴ്സ് ആൻഡ് നോൺ ബോറോവേഴ്സ് ലിവിങ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ബോറോവേഴ്സും നോൺ ബോറോവേഴ്സുമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ഒരു അസോസിയേഷനാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നത് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഓഫ് മെമ്പേഴ്സ്, ദെൻ ലോൺസ് ഫ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ദെൻ എന്തിനൊക്കെയാണ് ലോൺ കൊടുക്കുന്നത് എന്നുള്ളതാണ്. പർച്ചേസ് ഓഫ് കാറ്റിൽ, ഫോഡർ, ദെൻ ഫെർട്ടിലൈസർ എക്സെട്ര. ഇത്രയാണ് ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന, പ്രൈമറി ലെവലിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്നതാണ്. പ്രൈമറി ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിക്ട് ലെവലാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന സൊസൈറ്റിയാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. Central cooperative banks are the federation of the primary cooperative credit society in a district. ഒരു ഡിസ്ട്രിക്റ്റിനകത്ത്, ഒരു ജില്ലക്കകത്ത് വരുന്ന എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഒരു ഫെഡറേഷനാണ് എന്ത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കില്ലേ, MDC ബാങ്ക് അല്ലേ, അതാണ് നമ്മുടെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത് MDC ബാങ്കാണ്, മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഈ ബാങ്കിനകത്ത് അതിൻ്റെ താഴെ തട്ടിലുള്ള വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന, മലപ്പുറം ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതിലംഗമായിരിക്കും. അപ്പോൾ ആ പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും ഒരു ഫെഡറേഷനാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. The funds of the banks are derived from the share capital, deposit, loans and overdraft from the state cooperative banks and joint stock bank. അപ്പോൾ ഇതിനെവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നത് അതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളുടെയും ഡെപ്പോസിറ്റ്സ്, ക്യാപിറ്റൽ, ലോൺസ്, ഓവർഡ്രാഫ്റ്റ്, ഇതിലൂടെയാണ് ആവശ്യമായിട്ടുള്ള ഫണ്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് കിട്ടുന്നത്. ഓക്കെ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ താഴെ തട്ടിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള വായ്പ കൊടുക്കുന്നു. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് അതിൻ്റെ ടോപ്പ് ലെവലിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ലോൺസും ഡെപ്പോസിറ്റും ഷെയർ ക്യാപിറ്റലും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ രീതിയിലാണ് ഫണ്ട് കിട്ടുന്നത്. ദെൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്തിനൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദിസ് ബാങ്ക് പ്രൊവൈഡ് ഫിനാൻസ് ടു ദ മെമ്പർ സൊസൈറ്റി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ബോറോയിങ് കപ്പാസിറ്റി ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അതിൻ്റെ താഴെ തട്ടിൽ വരുന്ന പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബോറോയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജോലി എന്താണ്? അതിൻ്റെ താഴെ തട്ടിൽ വരുന്ന എല്ലാ പ്രൈമറി സൊസൈറ്റികളും ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്ന ബാങ്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. The State Cooperative Bank is a federation of Central Cooperative Bank. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ താഴെത്തട്ടിൽ വരുന്ന എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും ഒരു ഫെഡറേഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്.
അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണുള്ളത്. കേരളത്തിന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അതിൻ്റെ താഴെ എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഇതിലെ അംഗങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അപ്പോൾ 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ടായിരിക്കും. ഈ 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും ഒരു ഫെഡറേഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ വാച്ച് ഡോഗ് ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്തെ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിലെ ഒരു വാച്ച് ഡോഗ് ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ആക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ കോപ്പറേറ്റീവ് മേഖലയിലുള്ള എല്ലാ ബാങ്കുകളെയും എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അവരുടെ പ്രവർത്തനങ്ങൾ നോക്കണം. അപ്പോൾ ആ രീതിയിൽ ഇറ്റ് ആക്ട് ആസ് എ വാച്ച് ഡോഗ്, ഒരു വാച്ച് ഡോഗ് എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ദ ഫണ്ട്സ് ഓഫ് ദ ബാങ്ക്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ദ ആർ ബി ഐയിൽ നിന്ന് കിട്ടുന്ന ഷെയർ ക്യാപിറ്റലും ഡെപ്പോസിറ്റും ലോൺസുമാണ് ഇവരുടെ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റിനകത്തെ എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ആവശ്യമായ സഹായം നൽകണം. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആർ ബി ഐ ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നത്. ആർ ബി ഐ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഷെയർ ക്യാപിറ്റൽ വാങ്ങിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട്, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണം. ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ദ ആർ ബി ഐ. ദെൻ ഈ ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് അടുത്തത്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലെൻഡ് മണി ടു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ദ പ്രൈമറി സൊസൈറ്റി ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദ ഫാർമേഴ്സ്. കർഷകർക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരുടെ താഴെത്തട്ടിൽ വരുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതുപോലെ തന്നെ അതിൻ്റെയും താഴെ വരുന്ന പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 കാര്യം പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ദെൻ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആർ ബി ഐ ആണ്. ഈ കിട്ടുന്ന ആർ ബി ഐയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ താഴെ തട്ടിലുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതല്ലാതെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് ഡയറക്റ്റ് ആയിട്ട് ആര് നൽകുന്നില്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വായ്പകൾ നൽകുന്നില്ല. അവരുടെ താഴെ തട്ടിൽ വരുന്ന സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കുമാണ് ഇവർ വായ്പ നൽകുന്നത്. ഈ പ്രൈമറി സൊസൈറ്റിയും അതുപോലെ തന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും എന്ത് ചെയ്യും, അവർ നേരിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബാങ്കിങ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പം 3 ടയർ സ്ട്രക്ചറാണ് പ്രൈമറി, ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വില്ലേജ് ലെവൽ സൊസൈറ്റിയാണ്. ഡിസ്ട്രിക്ട് ലെവൽ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനാണ്. ഈ രീതിയിൽ ഒരു 3 ടയർ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഇന്ത്യയിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. താങ്ക് യു.